أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون. അപ്പോൾ 84 തൊട്ട് 86 വരെയുള്ള ആയത്തുകളാണ് ഇപ്പം നമ്മൾ വായിച്ചത്. തൊട്ടുമുള്ള ആയത്തിൽ ബനൂ ഇസ്രായേലിനോട് അള്ളാഹു കരാറിലൂടെ അവരോട് വാങ്ങിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അവരോട് അള്ളാഹു കരാറാക്കിയ സംഗതികൾ, അതിൽ അള്ളാഹിനെ മാത്രം ആരാധിക്കുക, മാതാപിതാക്കളടക്കമുള്ള ആൾക്കാരോടും ബന്ധുക്കളോടും ഇഹ്സാൻ ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അതിന് പറഞ്ഞിട്ടുണ്ട്. തൊട്ട് പിന്നാലെയുള്ള 84-ാമത്തെ ആയത്തിൽ എന്തെല്ലാമാണ് പാടില്ല എന്ന് കരാർ വാങ്ങിയത് എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. കാരണം തദ്കീറു ഫിൽ ആയത്തി സാബിഖ ബിഅഹമ്മിൽ മഅ്മൂറാത്തി അല്ലത്തി അഖദ അല്ലാഹു തആല അൽ-മീസാഖ അലാ ബനി ഇസ്രായീല ബിഹാ ബഅദ തൗഹീദില്ലാഹി തആല വഇഫ്റാദിഹി ബിൽ ഇബാദ وبيان أنهم نقضوا ميثاق الله تعالى ولم يأتمروا بها. അപ്പോ കാന തദ്കീറു ഫിൽ ആയത്തി സാബിഖ, കഴിഞ്ഞ ആയത്തിലെ ഓർമ്മപ്പെടുത്തൽ ബി അഹമ്മിൽ മഅ്മൂറാത്തി അല്ലത്തി അഖദ അല്ലാഹു തആല അൽ-മീസാഖ അലാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ വർഗത്തോട് അള്ളാഹു കരാറായി വാങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാന നിർദ്ദേശങ്ങൾ സംബന്ധിച്ചുള്ള ആയത്തായിരുന്നു ഓർമ്മിപ്പിക്കൽ. ബാദ തൗഹീദില്ലാഹി തആല വ ഇഫ്റാദിഹി ബിൽ ഇബാദ, അള്ളാഹുവിനെ മാത്രം ഇബാദത്തിൽ പങ്കെടുപ്പിക്കണം, അള്ളാഹുവിനെ ഏകനാക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ബയാൻ അന്നഹും നഖദു മീസാഖ അല്ലാഹി തആല വലം യഅ്തമിറു ബിഹാ, അള്ളാഹുവിനോടുള്ള ഈ കരാറ് അവര് ലംഘിച്ചു എന്നും അവരാ കൽപ്പന നിറവേറ്റിയില്ല എന്നും അവിടെ വിശദീകരിക്കുകയും ചെയ്തു. ആ വിശദീകരണം അടങ്ങിയതായിരുന്നു ആയത്. ഇത്തമറ എന്ന് പറഞ്ഞാൽ അമ്ര് ഉൾക്കൊണ്ടു എന്നാണ്, ഇൻതഹ എന്ന് പറഞ്ഞാൽ നഹി ഉൾക്കൊണ്ടു എന്നാണ്. അപ്പൊ നിരോധനം സ്വീകരിച്ചു എന്നുള്ള ഇൻതഹ എന്ന് പറയും. അതാണ് നമ്മൾ വിരമിച്ചു, പാലണ്ടും മുൻതഹൂൻ എന്ന് മറ്റേ ഖമറിന്റെ ആയത്ത് ചോദിക്കുന്നില്ല, ഇൻതഹ എന്നത് അതിന്റെ കൽപ്പന സ്വീകരിച്ചുള്ള അർത്ഥത്തിലുള്ള വാക്കാണ് ഇത്തമറ, കൽപ്പന ഉൾക്കൊണ്ടു സ്വീകരിച്ചു. അപ്പൊ ആ കൽപ്പന അവർ സ്വീകരിച്ചില്ല എന്നും അവരെ ലംഘിച്ചു എന്നും ഉള്ള ബയാനും അതിലുണ്ടായിരുന്നു. എന്നാൽ ഫി ഹാത്തൈനിൽ ആയത്ത്, ഇവിടെയുള്ള 2 ആയത്തുകളിലോ അത്തദ്കീറു ബി അഹമ്മിൽ മൻഹിയാത്ത്, അള്ളാഹു അവരോട് വിരോധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്, അതിന്റെ തദ്കീറാണുള്ളത്. അതേപോലെ തന്നെ അല്ലദീ അഖദല്ലാഹു തആല മീസാഖ അലൈഹിം ബിജ്തിനാബിഹ, ഇജ്തിനാബ് ചെയ്യണം അഥവാ തെർക്ക് ഒഴിവാക്കണം എന്ന് അള്ളാഹു കരാറ് വാങ്ങിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ വിലക്കുകളെ സംബന്ധിച്ചുള്ള തദ്കീറാണ് ഈ ആയത്തുകളിൽ ഉള്ളത്. ബയാൻ അൻഹും നഖദു മീസാഖഹു വലം യൻതഹു അൻഹ, അതോടൊപ്പം തന്നെ അവർ ആ കരാറ് ലംഘിച്ചു എന്നും വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവർ മാറി നിന്നില്ല എന്നുമുള്ള വിശദീകരണവുമാണ് ഉള്ളത്. അദ്ഖാല ഹുനാക, അവിടെ വ്യത്യാസം വെച്ചാൽ അവിടെ പറഞ്ഞത് ഇത് അഖദന മീസാഖ ബനി ഇസ്രായീൽ എന്നാണ്. മീസാഖ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിനോടുള്ള മീസാഖ് നാം വാങ്ങിയ സന്ദർഭം ഓർക്കുക എന്നാണ്. എന്നാൽ ഇവിടെ അഖദന മീസാഖക്കും എന്നാണ്, നിങ്ങളുടെ മീസാഖ് വാങ്ങിയ സന്ദർഭം ഓർക്കുക. ആ ഒരു ഖിതാബിലെ മാറ്റം ഇവിടെ ശ്രദ്ധേയമാണ്, അതിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ അഖദന മീസാഖ ബനി ഇസ്രായേൽ അല്ലദീന നസലത് അലൈഹിമു തൗറാത്ത്, തൗറാത്ത് ആർക്കാണ് അവതരിച്ചത്? ആ ബനു ഇസ്രായേൽ, അവരോട് വാങ്ങിയ കരാർ. പിന്നെ ആ ശൈലി മാറിയിട്ട് ഹാദരീങ്ങളോടുള്ള കിതാബിലേക്ക് തിരിഞ്ഞു വരികയാണ് ചെയ്തത് എന്നുള്ള ഈ ജമനി തൻജീർ, ഖുർആൻ ഇറങ്ങുന്ന കാലത്തുള്ള ഹാദരീങ്ങളോട്. അതുകൊണ്ടാണ് സുമ്മ തവല്ലയിത്തും എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞു, അവർ പിന്തിരിഞ്ഞു എന്നല്ല പറഞ്ഞത്, നിങ്ങൾ പിന്തിരിഞ്ഞു. ഇവിടെ ആവട്ടെ ഇത് അഖദന മീസാഖക്കും എന്നാ പറഞ്ഞത്, നിങ്ങളോടുള്ള കരാർ നാം സ്വീകരിച്ചപ്പോൾ. അപ്പൊ തമാദിയൻ ഫി സിയാഖിൽ ഇത്തിഫാഖ്,
അവിടെ ഈ തമാദി എന്നാൽ തുടരുക എന്നാണ്. ഈ ഇൽത്തിഫാത്ത്, അതായത് പിന്നെ അവർ എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ എന്നുള്ള ആ ശൈലിയിലേക്കുള്ള ഇൽത്തിഫാത്ത് ഉണ്ടല്ലോ, ആ തിരിഞ്ഞുനോട്ടം, ആ തിരിഞ്ഞുനോട്ടത്തിന്റെ സന്ദർഭം തന്നെ തുടർന്നുകൊണ്ടാണ് ഇവിടെ നിങ്ങളോട് ഉള്ള കരാർ എന്ന് പറഞ്ഞത്. മറ്റൊന്ന് സമാധിയൻ എന്ന് പറഞ്ഞാൽ തുടർന്നുകൊണ്ട്. അല്ല, ആ വാക്ക് എങ്ങനെ വരുന്നത്? എന്നാണ്, പക്ഷെ അലിഫായിട്ടാണ് ഉച്ചരിക്കുക. തമാദ യതമാദ, ഉണ്ടാവില്ല. ആ ഇൽത്തിഫാത്തിന്റെ സിയാത്ത് ഇവിടെ തുടരുകയാണ്, തുടർന്നുകൊണ്ടുള്ള പ്രയോഗമാണ്. അഥവാ ഖിതാബ് പിന്നെ വായുവിന്റെ ശീലയിൽ നിന്ന് ഹാലറിന്റെ ശീലയിലേക്കുള്ള ഇൽത്തിഫാത്ത് ഇവിടെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അതോടൊപ്പം തദ്കീറൻ ബി വഹദത്തിൽ ഉമ്മത്ത് എന്നും ഒന്നാണെന്ന് ഓർമ്മപ്പെടുത്തലുമാണ്. പണ്ട് തൗറാത്ത് ഇറങ്ങിയ കാലത്തുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ബനു ഇസ്രായേലിനും പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുന്ന കാലത്തുള്ള അവരുടെ പിൻഗാമികളും ഒരൊറ്റ ഉമ്മത്ത് തന്നെയാണ് എന്നുള്ള വഹദത്തുൽ ഉമ്മത്ത് ഓർമ്മിപ്പിക്കലും കൂടിയാണ് ഉള്ളത്. അതുകൊണ്ട് അവരോട് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞാലും ഒരേ കൂട്ടരോട് തന്നെയാണ് നടത്തുക. വാഹിദ് യുസീബുൽ ഖൽഫ് ആസിറുമാക്കാൻ അലൈഹി സലഫ്, സമുദായത്തെ ഉമ്മത്തിന് ഒരൊറ്റ ഷഖ്സായിട്ട് പരിഗണിക്കുന്നതും ഈ ആയത്തിലെ ഒരു വിഷയമാണ്. യുസീബുൽ ഖൽഫ ആസിറുമാക്കാൻ അലൈഹി സലഫ് മിൻ ഖൈർ വശർരി മസ്തന്നു ബിസുന്നത്തിഹിം എന്ന് വെച്ചാൽ മുൻഗാമികൾ സ്വീകരിച്ച ഖൈർ എന്താണോ ആ ഖൈറിന്റെ അസർ പിൻഗാമികൾക്കും കിട്ടും. അതുപോലെ മുൻഗാമികൾ സുന്നത്തായി സ്വീകരിച്ച പാതയായി സ്വീകരിച്ച ഷർ എന്താണോ ആ ഷറിന്റെ ദുരന്തം പിൻഗാമികൾക്കും കിട്ടും. അപ്പൊ മുൻഗാമികളുടെ ഖൈറിനും ഷറിനും ആ സമുദായത്തിലെ പിൻഗാമികളും അർഹരാണ് എന്നുള്ളതാണ് അതിന്റെ ആശയം. അതുകൊണ്ട് സമുദായം തൗറാത്ത് ഇറങ്ങുന്ന കാലത്തുള്ളവർ തന്നെയാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ എപ്പോഴും. അതുകൊണ്ട് അവരോട് പറയാനുള്ളത് ഇവരോട് പറഞ്ഞാലും നിങ്ങളോട് എന്ന് പറഞ്ഞാലും അവരോട് എന്ന് പറഞ്ഞാലൊക്കെ തന്നെ ഒന്ന് തന്നെയാണ്. അവരവരുടെ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോ എന്താണോ ഷർറായി സ്വീകരിച്ചത് ആ ഷർറ് പിൻഗാമികളായി ഇവർക്കും ബാധകമാണ്. ഏതുപോലെ ഒരു വ്യക്തിയുടെ മുൻകാല ചെയ്തികൾ അയാളുടെ നഫ്സിയായ കൂവത്തിൽ സ്വാധീനിക്കുമല്ലോ എന്ന പോലെ, ഒരാളുടെ മാനസികമായ കൂവത്തിൽ അയാളുടെ മുൻകാല ചെയ്തികൾ സ്വാധീനിക്കുമല്ലോ എന്ന പോലെ മുൻഗാമികൾ ചെയ്ത കാര്യം ഖൈറായാലും ഷർറായാലും അതിന്റെ അനുരണനം പിൻഗാമികളിലേക്കും വരും എന്നർത്ഥം. التي ابتدأت العمل وحلول مواد أخرى في محلها تتمرن إلى مثل ذلك العمل. അതുപോലെ മലക്കാത്തിഹി, അവന്റെ മലക്കത്തുകളെ പിന്നെ അള്ളാഹു തബ ചെയ്യും, അതായത് അതിന്റെ മുദ്ര പതിക്കും. ബാദ് അൻഹിലാലി മാദ്ദത്തി തിക്കലാള്ള, ഈ അവയവങ്ങളുടെ മാദ്ദ അതൊക്കെ കെട്ടഴിഞ്ഞ് പോയ ശേഷം അല്ലത്തി ഇത്തരത്തിൽ അമൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ അവരുടെ ആ മാദ്ദ പോയ ശേഷം ഒരു വ്യക്തിയുടെ ആളാന്ന് പറഞ്ഞു, ആ വ്യക്തിയുടെ ആ ആളായ മുൻഹല്ലായും അത് ശിഥിലമായ ശേഷം എന്ത് ചെയ്യും, അതിന്റെ മലക്കാത്ത അയാളിൽ മത്തുപോവാകും, അയാളിൽ പിന്നെ സ്ഥിര പ്രതിഷ്ഠ നേടും. അല്ലത്തി വിദ്യാർത്ഥി അമൽ തുടങ്ങിയ ആളായി വഹലുൽ മവാദ്ദ ഉഖ്റാ ഫീ മഹല്ലിഹാ വഹലൂലി മവാദ്ദ ഉഖ്റാ ഫീ മഹല്ലിഹാ, ആ സ്ഥാനത്ത് മറ്റു മാദ്ദകൾ സ്ഥാനം നേടുകയും ചെയ്യും. തലസ്ഥാനത്ത് മറ്റു മാദ്ദകൾ വരും. അമല് തുടങ്ങിയ ഒക്കെ അതിന്റെ മാദ്ദയൊക്കെ മുൻഹല്ലാവും, തലസ്ഥാനത്ത് മറ്റു മാദ്ദകൾ ചേക്കേറും. തത്തമറന്നല്ല മിശ്രി ജാലിക്കല്ലാമൽ, അവ എന്ത് ചെയ്യുന്നു, പുതുതായിട്ട് വന്ന മാദ്ദകൾ ഇതേപോലത്തെ അമൽ തന്നെ പരിശീലിക്കുന്നു. മുന്നേ ചെയ്തു വെച്ച മുൻഹല്ലായ ആ മാദ്ദ എന്താണ് ചെയ്തത്, അതേ അമല് പിന്നെ വന്ന മാദ്ദകളും ചെയ്തു. ഇത് ശരീരത്തിന്റെ പ്രകൃതി നടക്കുന്ന കാര്യമാണ്. എന്ന പോലെ ഒരു സമുദായത്തിന്റെ പ്രകൃതിയിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു വ്യക്തി തന്റെ ശൈശവകാലത്ത് ചെയ്യുന്നത് എന്തോ അത് അയാളുടെ വാർദ്ധക്യകാലത്ത് അയാളുടെ കുവത്തുകളിൽ അതിന്റെ അസറ് ബാക്കിയുണ്ടാവും. അതിന്റെ സ്വാധീനം അല്ലെങ്കിൽ അതിന്റെ ഫലം വാർദ്ധക്യത്തിൽ അയാളുടെ കുവത്തുകളിൽ അവശേഷിക്കും. ഇത് വ്യക്തിയുടെ കാര്യത്തിലാണ്. എന്നാൽ ഫകദാലിക അൽ ഉമം, ഉമ്മത്തുകൾ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സമുദായത്തിന്റെ കാര്യത്തിലെടുത്താലും അതൊരു ഗാത്രം പോലെ തന്നെ വർത്തിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത്. ഇനി ഇവിടെ പറഞ്ഞ കാര്യം അള്ളാഹു ഇവിടെ ചിലര് മറ്റു ചിലരുടെ രക്തം ചിന്തുന്നത് പാടില്ല എന്നുള്ള നഹി കൊണ്ടുവന്നിട്ടുണ്ട്.
വഇഖ്റാജി ബാളിഹിം ബാളൻ മിൻ ദിയാരിഹിം വഅവ്താനിഹിം. അതേപോലെ അവരിൽ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ അവരുടെ ഭവനങ്ങളിൽ നിന്ന്, നാടുകളിൽ നിന്ന് പുറത്താക്കുന്നത്, വിലക്കുന്നത് അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട്. ബി ഇബാറത്തിൻ തുഅക്കിദു മാന വഹദത്തിൽ ഉമ്മ. ആ കൊണ്ടുവന്നതും എങ്ങനെയാണ്? ഉമ്മത്ത് എല്ലാ കാലത്തും ഒന്ന് തന്നെയാണ് എന്നുള്ള ആശയം ബലപ്പെടുത്തുന്ന വാചകത്തോടു കൂടിയാണ്. ഉമ്മത്ത് എല്ലാ കാലത്തും ഒന്ന് തന്നെയാണെന്നുള്ള ആശയത്തെ ബലപ്പെടുത്തുന്ന വാചകത്തോടു കൂടിയാണ് ഈ നഹി കൊണ്ടുവന്നത്. തുഹദിസ് ബിൻ നഫ്സി അസ്റൻ ഷരീഫൻ. മാത്രമല്ല ആ ശൈലി എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന്റെ മനസ്സിൽ വളരെ ഷരീഫായിട്ടുള്ള, വളരെ മഹനീയമായ രീതിയിലുള്ള ഒരു തഅ്സീർ, ഒരു സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. യബ്അസുഹ അലൽ ഇംതിസാൽ കാന ഹുനാക ഖൽബുൻ യശ്ഉർ വവിജ്ദാനുൻ യതഅസ്സർ. എന്ന് വെച്ചാൽ അനുസരിക്കാൻ ആ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ശക്തമായ ശൈലിയിലാണ് പറഞ്ഞത്. എങ്ങനെയാണെങ്കിൽ അനുസരിക്കും. ഇൻകാന ഹുനാക ഖൽബുൻ യശ്ഉറു വവിജ്ദാനുൻ യതഅസ്സർ. വൈകാരികത ഉൾക്കൊള്ളുന്ന ഒരു ബോധമണ്ഡലവും അതേപോലെ ബൗദ്ധികമായ, ബുദ്ധിപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു കൽബും ഉണ്ടെങ്കിൽ, അപ്പോ കൽബിന്റെ ബുദ്ധിയും അതേപോലെ തന്നെ വികാരത്തിന്റെ ആ ഒരു സ്വാധീനവും ഇതുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല. അത്രയും ശക്തമായ ശൈലിയിലാണ് അള്ളാഹു ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇംതിസാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കുക എന്നുള്ള പറയില്ല, അനുസരിക്കുക എന്നുള്ളതിനുള്ള മറ്റൊരു വാക്കാണ് ഇംതിസാൽ. അപ്പൊ ഇംതിസാലിനെ പ്രചോദിപ്പിക്കുന്ന ശൈലിയിലാണ് ഈ കാര്യം പറഞ്ഞത്. എങ്ങനെ പറഞ്ഞു? ആ വാക്യം നോക്കൂ. ലാ തസ്ഫികൂന ദിമാഅക്കും. നിങ്ങളുടെ ദമുകൾ നിങ്ങൾ ചിന്തരുത് എന്ന പ്രയോഗം. നിങ്ങളുടെ ദമുകൾ, ദമിന്റെ ജമ്മാണ് ദിമാഗ്. സാധാരണ അറബിയിൽ ചില ജമ്മുകളുണ്ട്, മലയാളത്തിൽ അങ്ങനെ ജമ്മ് പ്രയോഗിക്കാത്ത ചില വാക്കുകൾ. ഇപ്പൊ രക്തങ്ങൾ എന്ന് നമ്മൾ പറയാറില്ല, രക്തം എന്നേ പറയുള്ളൂ. പക്ഷെ അറബിയിൽ ദിമാ എന്ന് പറയും. എന്നപോലെ മാഇന് ജമ്മ മിയാഹ് ഉണ്ട്, അതിന് പക്ഷെ വെള്ളങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ല, വെള്ളം തന്നെ പറയും. ഞാൻ വെള്ളങ്ങൾ കുടിച്ചതാണ് പറഞ്ഞത്. വെള്ളമുണ്ട്, കഞ്ഞി വെള്ളം, തേങ്ങാ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വെള്ളല്ലേ. അത് ഇനങ്ങളാണ്, അത് ഇനങ്ങളാണ്. വെള്ളങ്ങൾ എന്ന് പറയാ നിങ്ങൾ തേങ്ങാ വെള്ളം കുടിക്കാൻ തോന്നുന്നു. വെള്ളങ്ങൾ എന്ന് സാധനം പറയാറില്ല, ഇതൊക്കെ ഓരോ ഇനം പറയും. ഓക്കെ. ഇപ്പൊ ജാല ദമ കുല്ലി ഫർദി മിൻ അഫ്റാദിൽ ഉമ്മ കഅന്നഹു ദമുൽ ആഖർ ഐനിഹി. ഇപ്പൊ ഇവിടെയുള്ള ഒരു സങ്കല്പം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ പിന്നെ സമർത്ഥനം എന്താ വെച്ചാൽ, ഇപ്പൊ ജാല അള്ളാഹു ആക്കിയിരിക്കുകയാണ് ഈ പ്രയോഗത്തിലൂടെ. ദമ കുല്ലി ഫർദി മിൻ അഫ്റാദിൽ ഉമ്മ, ഉമ്മത്തിലെ എല്ലാ ഓരോ വ്യക്തിയുടെയും ദമിനെ കഅന്നഹു ദമുൽ ആഖർ ഐനിഹി, മറ്റേ ആളുടെ തന്നെ രക്തമാണ് എന്ന രീതിയിലാക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒരാളുടെ രക്തം ചിന്തിയാൽ അത് അവന്റെ രക്തമാണെന്നല്ല, എന്റെ തന്നെ രക്തമാണ് ഞാൻ ചിന്തുന്നത്, ഞാൻ എന്നെ തന്നെയാണ് കൊലപ്പെടുത്തുന്നത്, എന്നെ തന്നെയാണ് അപകടപ്പെടുത്തുന്നത് എന്ന് ദ്യോതിപ്പിക്കുന്ന രീതിയിലാണ് ഖുർആന്റെ പ്രയോഗം. ഹത്താ സഫഖഹു, അവന്റെ രക്തം താൻ ചിന്തിയാൽ, കാന അവനായിത്തീർന്നു, കഅന്നഹു ബഖഅ നഫ്സഹു, സ്വന്തത്തെ നശിപ്പിച്ച പോലെ, വൻതഹറ ബിയദിഹി, സ്വന്തം കൈയാൽ ആത്മഹത്യ ചെയ്ത പോലെ ആയിത്തീർന്നു. വേറൊരാളുടെ രക്തം ചിന്തിയാൽ, വേറൊരാളെ കൊന്നാൽ, വേറൊരാളെ കവർന്നാൽ, വേറൊരാളുടേത് കട്ടാൽ അത് സ്വന്തം തന്നെ ചെയ്യുന്ന പോലെ എന്നാണ് ഖുർആന്റെ പ്രയോഗം. ഇത് അതേപോലെ തന്നെ വീട്ടിൽ കയറി ചെല്ലുമ്പോ ഇപ്പൊ സല്ലിം പോലെ അംഫുസിക്കുന്നു പറഞ്ഞത് കാണാം. നിങ്ങൾ നിങ്ങളോട് സലാം പറയുക, അവനോട് അവനാ സലാം പറയാന്നല്ലല്ലോ. നമ്മൾ ആരോടാണോ ആരടുത്താണോ കയറി ചെല്ലുന്നത് അവരോട് സലാം പറയുന്നതിനാണ് സല്ലിം വല അംഫുസിക്കുന്നത്. അപ്പൊ മറ്റൊരാളോടുള്ള സലാം അത് നമ്മോടുള്ള സലാം തന്നെയാണ് എന്നുള്ള ആശയമാണ് അവിടെ ദ്യോതിപ്പിക്കുന്നത്. അത് വലിയൊരു ചിന്തിക്കേണ്ട സംഗതിയാണ്. പിന്നെ അതേപോലെ പറയാം, വലാ തുഖ്രിജൂന അൻഫുസകും മിൻ ദിയാരിക്കും, നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യരുത്. അപ്പൊ മറ്റുള്ളവരെ പുറത്താക്കിയാൽ അത് അവനാൻ തന്നെ പുറത്താക്കുന്ന മാതിരിയാണ് എന്നാണ് ആ പ്രയോഗത്തിന്റെ ആശയം. അലാഹൻ നസഖ്, ഇതേ ഒരു രീതിയിൽ. ഇതിൽ അടങ്ങിയൊരു ബലാഗത്തുണ്ടല്ലോ, സാഹിത്യ സമ്പുഷ്ടമായ ഒരു ശൈലിയാണത്. അതിലുള്ള മുഅ്ജിസായ ഈ താബീർ, മുഅ്ജിസ് എന്ന മനുഷ്യനെ ഇതുപോലെ കൊണ്ടുവരാൻ അശക്തനാക്കുന്ന ഈ ഒരു വാചക ശൈലി, ഖാസും ബിൽ ഖുർആൻ, ഇത് ഖുർആന്റെ സ്വന്തമാണ്, വേറൊരു ഗ്രന്ഥത്തിന് അവകാശപ്പെടാനില്ലാത്ത ബലാഗയാണ്, താബീറാണ് ഇതിലുള്ളത്. ഫഹാദിൽ അഹ്കാമു ലാ തസാൽ മഹ്ഫൂളതൻ ബിൽ ഇസ്രാഈലിൻ ഫിൽ കിതാബ്. ഈ ഹുക്മുകൾ ഇസ്രായേലികളുടെ അടുക്കൽ അവരുടെ കിതാബിൽ ഇന്നും മഹ്ഫൂളത്താണ്, അവിടെ ഇപ്പോഴും അത് സൂക്ഷിക്കപ്പെട്ടു പോരുന്നുണ്ട്. എന്നാൽ വൈലം യജ്റു അലൈഹ അലഫിൽ അമൽ, ആ ഹുക്മുകളിലൂടെ അവർ അമലിൽ സഞ്ചരിക്കുന്നില്ല എന്നുള്ളത്.
അവർ കിതാബിലൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെ ജീവിതത്തിൽ അമലിൽ അവർ ആ ഹുക്കുമുകളോട് സഞ്ചരിക്കുന്നില്ല എങ്കിൽ പോലും അവരുടെ കിതാബുകളുടെ ഒരു മഹ്ഫൂളത്താണ്. ولكن العبارة عنها عندهم لا تقابل هذه العبارة التي تدهش صاحب الذوق السليم. പക്ഷെ അവരുടെ കിതാബിലുള്ള ഇബാറത്ത് ഉണ്ടല്ലോ, ആ ഇബാറത്ത് ഒരു ദൗഖുസ്സലീമുള്ള എന്ന് വെച്ചാൽ രോഗമേൽക്കാത്ത ആസ്വാദന ശേഷിയാണ് ദൗഖുസ്സലീം. ഒരു രോഗമേൽക്കാത്ത ആസ്വാദന ശേഷിയുള്ള ഒരാളെ അത്ഭുത പരതന്ത്രനാക്കുന്ന ഈ ഇബാറത്തിനോട് മുത്താവിലാവാൻ, അതിനോട് ഒന്ന് മത്സരിച്ചു നോക്കാനുള്ള സാഹിത്യമേന്മയും ഭംഗിയും എന്തിനില്ല, തൗറാത്തിലെ വാചകത്തിനില്ല. അപ്പൊ ഖുർആന്റേത് ആശയസമ്പുഷ്ടതയോടുകൂടി തന്നെ സാഹിത്യമേന്മയുടെ ഉത്തുംഗതയിലുമാണ് എന്നുള്ളതാണ്. അപ്പൊ ദൗഖുസ്സലീമുള്ള ഒരാളെ അത്ഭുത പരതന്ത്രനാക്കുന്ന രീതിയിലുള്ള ഇബാറത്തിനോട് ഒന്ന് മുത്താവലത്ത് ചെയ്യാൻ, ഒന്ന് മത്സരിച്ചു നോക്കാനുള്ള യോഗ്യത ആ വിഭാഗത്തിനില്ലെന്നേ ഉള്ളൂ. കാര്യം അവിടെ ഉണ്ട്. അതുപോലെ വൽ വിജ്ദാൻ അർ റഖീഖ് സാഹിബ ദൗഖി സലീം വൽ വിജ്ദാൻ അർ റഖീഖ്, വളരെ റഖീഖായ വൈകാരികതയുള്ള, റഖീഖ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായ കാര്യങ്ങൾ കൂടി മനസ്സിനെ മതിക്കുന്ന രീതിയിലുള്ള ഒരു വൈകാരികത ആണ് റഖീഖ്. هذا إرشاد حكيم طلع من سرايا الأحكام يهدي إلى أسرارها ويومئ إلى مشرق أنوارها من تدبره علم أنه لا قوام للأمم إلا بالتحقق بما تضمنته هذه الحكم. എന്താ പറഞ്ഞത്? هذا إرشاد حكيم. ഇത് വളരെ യുക്തിഭദ്രമായ ഒരു മാർഗം മാർഗം കാണിക്കലാണ്, ഒരു ഗൈഡ് ചെയ്യലാണ്, ഇർഷാദാണ്. തലാൻ അത് രംഗത്ത് വരികയാണ്, പ്രത്യക്ഷപ്പെടുകയാണ്. മിൻ സനായ അഹ്കാം, ഈ ഹുക്കുമുകൾക്കിടയിലൂടെ ഈ ഇർഷാദ് രംഗത്ത് വരികയാണ്. യഹ്ദി ഇലാ അസ്റാറിഹ എന്നല്ല, ആ ഇർഷാദ് ഈ ഹുക്കുമുകളുടെ പിന്നിലുള്ള രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് മാർഗം കാണിക്കുന്നു. എന്താണ് അള്ളാഹു ഈ നിയമങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ള അതിന്റെ സിറുകളിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഇർഷാദാണിത്. യൂമിഉ ഇലാ മശ്രിഖി അൻവാരിഹ, അതിന്റെ ആ ഹുക്കുമുകളുടെ പ്രകാശത്തിന്റെ സ്രോതസ്സിലേക്ക് യൂമി എന്ന് പറഞ്ഞാൽ യുഷീറു, ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനത്തെ ഒരു ഇർഷാദാണ്, ഗൈഡൻസ് ആണ്. മൻ തദബ്ബറഹു അലിമ, ഇതിനെ നന്നായിട്ട് ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ഒരാൾക്ക് ആലിമ, അറിയാൻ കഴിയും. അന്നഹു ലാ ഖിവാമ ലിൽ ഉമം ഇല്ലാ ബിത്തഹഖഖ് ബിമാ തളമ്മനതുഹു ഹാദിഹിൽ ഹിക്കം. ഈ ഹിക്മത്തുകൾ ഉൾക്കൊള്ളുന്ന സംഗതികൾ ശരിക്കും ഉൾക്കൊണ്ടാലല്ലാതെ, അത് തഹഖഖ് ആക്കിയാലല്ലാതെ ഒരു സമുദായത്തിനും നിലനിൽപ്പില്ല എന്ന് മനസ്സിലാവും. എന്താണ് ഈ ആയത്തുകളിലെ ഈ ഹുക്കുമുകളിലെ അതിന്റെ യുക്തി, അതിന്റെ രഹസ്യമൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യം എന്താ? ഈ ഹുക്കുമുകളിൽ ഉൾക്കൊള്ളുന്ന, ഈ ഹിക്മത്തുകളിൽ ഉൾക്കൊള്ളുന്ന സംഗതി എന്താണ്? തഹഖുഖാക്കുക, അത് യഥാർത്ഥമായിട്ട് ഉൾക്കൊള്ളും. അങ്ങനെ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ഉമ്മത്തുകൾക്ക് ഏതിനും ഇവാമുള്ളൂ, നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യമാണ് ഇത് ചിന്തിച്ചാൽ പിടുത്തം കിട്ടും. അതുപോലെ ഓരോ വ്യക്തിക്കും, സമുദായത്തിൽ ഓരോ വ്യക്തിക്കും ബോധം വന്നാലേ നിലനിൽപ്പുള്ളൂ. എന്താ ബോധം വരേണ്ടത്? ബിഅന്ന നഫ്സഹു നഫ്സുൽ ആഖരീൻ വദമഹു ദമുഹും, തന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവൻ തന്നെയാണ്, തന്റെ രക്തം അവരുടെ രക്തം തന്നെയാണ് എന്ന ഒരു ശുഊർ ഓരോ വ്യക്തിക്കും ഒരു സമുദായത്തിൽ ഉണ്ടാകുമ്പോഴേ അവർക്ക് ഖിവാമുള്ളൂ, നിലനിൽപ്പുള്ളൂ എന്ന് ബോധിപ്പിക്കുന്നതാണിത്. ലാ ഫർഖ ഫിൽ ഇഹ്തിറാം ബൈന റൂഹി അല്ലതി തജൂൽ ഫി ബദനിഹി والدم الذي يجري في عروقه وبين الأرواح والدماء التي يحيا بها إخوانه الذين وحدت بينه وبينهم الشريعة العادلة والمصالح العامة. എന്താ പറഞ്ഞത്? ലാ ഫർഖ ഫിൽ ഇഹ്തിറാം, ഈ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, ഒരു ബഹുമതി, ഈ റെപ്യൂട്ടേഷന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമല്ല. ബൈന റൂഹ് തമ്മിൽ, പിന്നെ ബൈന എന്ന് പറഞ്ഞിട്ട് എവിടെയാണോ അവിടെയാണ് ഇത് പൂർത്തിയാകുക. റൂഹ് തമ്മിൽ, പിന്നെ ബൈനൽ അർവാഹ് വദ്ദിമാ അല്ലതി യഹ്യാ ബിഹാ എന്ന് പറയുന്നത്. ഏത് റൂഹ്? അല്ലതി തജൂലു ഫീ ബദനി, തന്റെ ശരീരത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവൻ റൂഹ്. വദ്ദം അല്ലതി യജ്രി ഫീ ഉറൂഖിഹി, തന്റെ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന രക്തം. അപ്പൊ തന്റെ ശരീരത്തിനകത്ത് ഉള്ള ഇപ്പോഴത്തെ ജീവനും തന്റെ ഞരമ്പുകളിലൂടെ എപ്പോൾ ഓടുന്ന രക്തവും തമ്മിലും, അതേപോലെ ബൈനൽ അർവാഹി വദ്ദിമാ അല്ലതി യഹ്യാ ബിഹാ ഇഖ്വാനുഹു, തന്റെ സഹോദരങ്ങൾക്ക് ജീവിക്കാൻ ഇടവരുത്തിയ അവരുടെ രക്തവും അവരുടെ ജീവനും തമ്മിലും വ്യത്യാസമില്ല. അപ്പൊ ഒരു ഭാഗത്ത് തന്റെ ജീവനും തന്റെ രക്തവും, മറുഭാഗത്ത് തന്റെ സഹോദരങ്ങളുടെ ജീവനും അവരുടെ രക്തവും, ഇത് രണ്ടും തമ്മിൽ ഒരു ഫർക്കുമില്ല ഇഹ്തിറാമില്, ബഹുമതിയിൽ എന്നുള്ളതാണ്. തനിക്ക് എത്ര ബഹുമതി ഉണ്ടോ, തന്റെ ജീവൻ എത്ര വില ഉണ്ടോ, തന്റെ രക്തത്തിന് എത്ര വില ഉണ്ടോ, അതേ വില എല്ലാ സഹോദരങ്ങളുടെയും രക്തത്തിനും ജീവനുണ്ട് എന്ന് ചുരുക്കം. ആരാണ് ഇഖ്വാൻ?
അല്ലദീന വഹദത് ബൈനഹു ബൈനഹും ശരിയ, അവരെയും തന്നെയും ശരീഅത്ത് ഒരുമിപ്പിച്ചിരിക്കുന്നു. അവരാണ് ഇഖ്വാൻ. ഒരേ ശരീഅത്തിൽ ബന്ധിതരാണ് ഈ പറഞ്ഞ സഹോദരങ്ങളും നമ്മൾ ഓരോരുത്തരും. എങ്ങനെയുള്ള ശരീഅത്താണ്? ആ ശരീഅത്തുൽ ആദില, നീതിയുക്തമായ ശരീഅത്താണ്. അതുപോലെ വൽ മസാലിഹുൽ ആമ്മ, എല്ലാവർക്കും പൊതുവെ ബാധകമായിട്ടുള്ള നന്മകളും. അപ്പൊ പൊതു നന്മകൾ, അതേപോലെ നീതിയുക്തമായ ശരീഅത്ത്, ഇവ നമ്മളെ എന്തിൽ ആക്കിയിരിക്കുന്നു? ഏകീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഏകീകരിച്ചിരിക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ രക്തത്തിന്റെയും ജീവന്റെയും കാര്യത്തിൽ ഒരു മാറ്റവും അതിന്റെ ബഹുമതിയുടെ കാര്യത്തിൽ ഇല്ല. എല്ലാവർക്കും ഒരേ ബഹുമതി, എല്ലാവരും ജീവനും ഒരേ വില ഉണ്ട്. വജീഹുബില്ലായ, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഏറ്റവും പ്രബലമായൊരു വജ്ഹ്, ഒരു ന്യായം ഇങ്ങനെയാണ്. എന്നാ വക്കീല, ഇങ്ങനെ ഒരു അർത്ഥവും പറയപ്പെടുന്നുണ്ട്. ഇത് രണ്ടാമത്തെ അർത്ഥമാണ്. അതുകൊണ്ടാണ് തീല എന്നുള്ളത്. ആളെ പേര് പറയാതെ തീല എന്ന് പറയുമ്പോൾ അതിനൊരു രണ്ടാം സ്ഥാനമുണ്ട്. അപ്പൊ തീല എന്താ? തീല മഅനാഹ ലാ തർതകിബു മിനൽ ജറാഇം മാ തുജാസൗന അലൈഹി ബിൽ ഖത്ൽ വൽ ഇഖ്റാജ് മിനൽ ദിയാർ വയുഖാലു في قوله لا تسفكون كما قيل قبله في قوله لا تعبدون الا الله من تضمن صيغه الخبر للتاكيد. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഫത്തീല, ഇങ്ങനെ ഒരു അർത്ഥം കൂടി പറയപ്പെടുന്നു. ഇതിന്റെ മാന എങ്ങനെയാണ്? ചില പിന്നെ ഇതിങ്ങനെ ഓണായി കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഓഫാക്കിയേ. തുടരാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു മാന പറയപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ഒരു മാനായിട്ട് എന്താ? ലാ തർതകിബു മിനൽ ജറാഇ, നിങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യരുത്. എങ്ങനെയുള്ള കുറ്റകൃത്യം? മാ തുജാസൗന അലൈഹി ബിൽ ഖത്ൽ വൽ ഇഖ്റാജ് മിനൽ ദിയാർ, നിങ്ങൾക്ക് പിന്നെ അതിന് പകരമായി, പ്രതിഫലമായി നിങ്ങളെ കൊല്ലേണ്ടി വരിക, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ പുറത്താക്കേണ്ടി വരിക എന്നുള്ള ജസ ആയിരിക്കും കിട്ടുക. അത്തരം കുറ്റകൃത്യം നിങ്ങൾ ചെയ്യരുത് എന്ന അർത്ഥത്തിൽ ഇത് പറയുന്നുണ്ട്. അതാണ് നിങ്ങളെ പുറത്താക്കരുത്, നിങ്ങളുടെ രക്തം നിങ്ങൾ ചിന്തരുത് എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ പോകുന്ന തരത്തിലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് വാട്ടി പുറത്താക്കുന്ന തരത്തിലുള്ള ശിക്ഷ കിട്ടാവുന്ന രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്യരുത് എന്നൊരു ന്യായം, എന്നൊരു അർത്ഥം ഇതിന് പറയുന്നുണ്ട്. അത് തീരാന്ന് പറഞ്ഞിട്ടാവണം. അതേപോലെ ലാ തസ്ഫിക്കൂന, നിങ്ങൾ ചിന്തരുത് എന്നുള്ള പ്രയോഗത്തിന് യുഖാലു കമാ ഖീല ഖബ്ലഹു ഫി ഖൗലിഹി ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്തവർ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ ബനൂ ഇസ്രായേലിയരോട് മൂസാ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് വാങ്ങിയ കരാറിന് നിങ്ങളോട് എന്നുള്ള പ്രയോഗം അല്ല നടത്തുന്നത്. നിങ്ങളോട് പറഞ്ഞാൽ അന്ന് നീർക്കുന്നേരം നമ്മോട് പറഞ്ഞതല്ല, പക്ഷെ ഇന്ന് നിങ്ങൾക്കൊരു ബാധകമാണ് എന്നുള്ള ആൾക്കാണ് നിങ്ങളോട് എന്ന് പറഞ്ഞത്. എന്ന പോലെ ലാ തസ്ഫിക്കൂനാണ്. അന്ന് അവരോട് രക്തം ചിന്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്നുള്ളവരോടും ആ നിയമം അതേപോലെ തന്നെ ബാധകമാണ്. മിൻ തളമ്മുനി ശീഖത്തിൽ ഖബറിൽ തഅക്കീദ്, അതായത് ഈ ഖബറിന്റെ ശീഖ തഅക്കീദിനെ ഉൾക്കൊള്ളുന്നു, വളരെ ശക്തമായി ബലമായി പറയുക എന്നുള്ള ആശയത്തെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് വിഷയം. ഇനി സുമ്മ അഖറർതും വഅൻതും തശ്ഹദൂൻ എന്ന ആയത്തിന്റെ ഒടുവിൽ പറഞ്ഞല്ലോ, അതിന്റെ അർത്ഥം എന്താ? ഫീഹി വജ്ഹാൻ, രണ്ട് രീതിയിൽ അതിന് പറയാം. ഒന്ന് അന്നഹു യുഫാത്തിബുഹും ബിമാ കാന മിൻ ഇത്റാഫി സലഫിഹിം ബിൽ മീസാഖ് വഖബൂലിഹി വശുഹൂദിഹിം അൽ വഹ്യ അല്ലദി നസല ബിഹി അലാ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം വസാനിഹിമ അന്നൽ മുറാദ് അൽ ഹാദിറൂന അൻഫുസുഹും അയ് അന്നകും അയ്യുഹൽ മുഖാതബൂന ബിൽ ഖുർആൻ ഖദ് അഖറർതും ബിഹാദൽ മീസാഖ് വതഅതഖിദൂനഹു ഫീ ഖുലൂബിക്കും. അപ്പൊ നിങ്ങൾ അത് അംഗീകരിച്ചു, നിങ്ങൾ അതിന് സാക്ഷികളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാണ്? അഖറർതും അൻതും തശ്ഹദൂൻ എന്ന ഈ മുഖാതബീങ്ങൾ അഭിസംബോധിതരാരാണ്? രണ്ട് ന്യായ പറയുന്നു. ഒന്ന് പിന്നെ അന്നഹു യുഖാതിബുഹും ബിമാ കാന മിൻ ഇത്റാഫി സലഫിഹിം, ഇവിടെ അല്ലാഹു തആല മുൻഗാമികള് സമ്മതിച്ചതിനെ പറ്റിയാണ് ഇവരോട് പറയുന്നത്. എന്ത് സമ്മതിച്ചതിൽ? മീസാഖ്, അള്ളാഹു വാങ്ങിയ കരാർ അവർ സമ്മതിച്ചിരുന്നു, അങ്ങനെ ഒരു കരാറുണ്ടെന്ന് അംഗീകരിച്ചിരുന്നു. വഖബൂലി, അവർ സ്വീകരിച്ചിരുന്നു. വശുഹൂദിഹിമുൽ വഹ്യ അല്ലദി നസല ബിഹി അലാ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ അലൈഹി സ്വലാമിന് അള്ളാഹു ഇറക്കി കൊടുത്ത വഹീനെ, അത് അവര് ആ വഹീന് സാക്ഷ്യം വഹിച്ചിരുന്നു. ഈ കാര്യമാണ് അൻതും തശ്ഹദൂൻ, നിങ്ങൾ സാക്ഷ്യം വഹിച്ചാൽ അന്നത്തെ വഹീന് സാക്ഷ്യം വഹിച്ചു. അപ്പുറത്തും തന്നെ അന്ന് ഈ കരാർ നിങ്ങൾ അംഗീകരിച്ചു എന്നർത്ഥത്തിൽ അക്കാലത്തെ വിഷയം പറഞ്ഞതാണെന്നൊരു വ്യാഖ്യാനം. എന്നാൽ സാനിഹിമ, രണ്ടാമത്തെ വ്യാഖ്യാനം, രണ്ടാമത്തെ വജ്ഹ്
അന്നൽ മുറാദ അൽ ഹാദിറൂന അൻഫുസുഹും. ഇവിടെ ഉദ്ദേശ്യം അൽ ഹാദിറൂന അൻഫുസുഹും, ഖുർആൻ ഇറങ്ങുന്ന കാലത്തെ ഹാദിറീങ്ങളായിട്ടുള്ളവർ തന്നെയാണ്, അല്ല പണ്ടത്തെ കാലത്തെ ആൾക്കാരല്ല. ഖുർആൻ ഇറങ്ങുമ്പോൾ ആരാണ് അവിടെ ഹാദിർ, അവർ തന്നെയാണ് ഇവിടെ മുറാദ്, ഉദ്ദേശ്യം എന്നും പറയുന്നു. ഐ അന്നക്കും അയ്യുഹൽ മുഖാത്തബുൻ ബിൽ ഖുർആൻ എന്ന് വെച്ചാൽ ഖുർആൻ കൊണ്ട് സംബോധിതരായിട്ടുള്ള ആൾക്കാരെ അത് അഖറർത്തും നിങ്ങൾ സമ്മതിച്ചതാണ്, ഈ ഹാദൽ മീസ ഈ ഒരു കരാർ നിങ്ങൾ സമ്മതിച്ചതാണ്, അംഗീകരിച്ചതാണ്. നിങ്ങളുടെ കൽബുകൾക്കുള്ളിൽ നിങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. വലാ തുൻകിറൂനഹു ബിഅൽസിനതിക്കും, നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ അത് നിഷേധിക്കുന്നില്ല. ബൽ തശ്ഹദൂന ബിഹി വതുഅലിനൂനഹു, മറിച്ച് നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങളത് എഴുതാൻ പരസ്യമായി പറയുന്നു. ഫൽ ഹുജ്ജത്തു നാഹിദത്തുൻ അലൈക്കും ബി, അതുകൊണ്ട് തന്നെ തെളിവ് നിങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നു എന്നാണ്. നിങ്ങൾക്കതറിയാം, നിങ്ങൾ സമ്മതിക്കുന്നു, നിങ്ങൾ ഏറ്റുപറയുന്നു, എന്നിട്ട് ലംഘിക്കുന്ന നിങ്ങൾക്കെതിരെയാണ് ഹുജ്ജത്ത്. നാഹിദത്തുൻ അലൈക്കും ബി, ഇതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്കെതിരെ ഹുജ്ജത്ത് ഇങ്ങനെ എഴുന്നു നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുമ്മ ബഅദ ബയാനി ഹാദൽ മീസാഖ് വതസ്ജീലിഹി അലൈഹി ബിഅന്നഹും യഅരിഫൂനഹു, പിന്നീട് ഈ മീസാഖ് വിവരിക്കുകയും അവരത് ശരിക്കും അറിയുന്നവരാണ് എന്ന് അള്ളാഹു അവരെ കുറിച്ച് റെക്കോർഡാക്കി ആധികാരികമായി പറയുകയും ചെയ്ത ശേഷം മനുഷ്യൻ അതിൽ നിന്നൊന്നും അവർ നിഷേധിക്കുന്നില്ല, ഇതൊക്കെ ഉള്ളത് തന്നെയാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ശേഷം ദക്കറ നഖ്ലഹും ഇയ്യാഹു, ഇതൊക്കെ പറഞ്ഞ ശേഷം ദക്കറ അള്ളാഹ് പറയാണ് നഖ്ലഹും ഇയ്യാഹു, അവരതിന്റെ ലംഘിച്ച ആ കഥ പറയാണ്. ഫഖാല, ഇങ്ങനെ പറഞ്ഞത്, ثم أنتم هؤلاء تقتلون أنفسكم, പിന്നീട് അൻതും ഹാഉലായി, നിങ്ങൾ, ഇക്കാണുന്ന നിങ്ങൾ, അതായത് ആര്, അൽ ഹാദിറൂൻ അഷാഹിദൂൻ അൽ മുഷാഹിദൂൻ, ഇവിടെ സാക്ഷികളായിട്ടുള്ള പ്രേക്ഷകരായിട്ടുള്ള ഹാദിരീങ്ങളായിട്ടുള്ള നിങ്ങൾ എന്നെ, തഖ്തുലൂന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ കൊല്ലുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കൂട്ടർ വേറൊരു കൂട്ടരെ കൊല്ലുന്നു അർത്ഥം. യഖ്തുലു ബഅദുക്കും ബഅദൻ എന്നാണ്. അൻഫുസക്കും നേരത്തെ പറഞ്ഞല്ലോ, മറ്റൊരാളെ കൊല്ലുന്നതിനെ പറ്റിയാണ് അൻഫുസക്കും എന്ന് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളെ കൊല്ലുന്നു മീൻസ് നിങ്ങൾ മറ്റുള്ളവരെ കൊല്ലുന്നു. കമാ കാന യഫ്അലു മൻ ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പുള്ളവർ ചെയ്തിരുന്ന പോലെ തന്നെ. മഅ ഇത്തിറാഫിക്കും ബിഅന്നൽ മീസാഖ മഅഖൂദുൻ അലൈക്കും കമാ കാന മഅഖൂദുൻ അലൈഹിം, ഈ കരാറ് മുൻഗാമികൾക്ക് മഅഖൂദായിരുന്ന പോലെ, മുൻഗാമികളിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചിരുന്ന പോലെ നിങ്ങളോടും അത് സ്വീകരിച്ചതാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്ന. എന്നിട്ട് പറയാണ്, ചരിത്രം പറയാം. കാന ബനു ഖൈനുഖാ മിനൽ യഹൂദ് അദാ ബനി ഖുറൈള ഇഖ്വാനിഹിം ഫിദ്ദീൻ. നബിയുടെ കാലത്ത് മദീനത്തുണ്ടായിരുന്ന 3 പ്രബല യഹൂദ ഗോത്രങ്ങളെ പറ്റി നമുക്ക് ഓർമ്മയുണ്ട്. ബനു ഖൈനുഖാ, ബനു നളീർ, ബനു ഖുറൈള. ഇതില് യഹൂദികളെ കൂട്ടത്തിലെ ബനു ഖൈനുഖാ എന്ന ഗോത്രം ബനു ഖുറൈളക്കാരുടെ ശത്രുവായിരുന്നു. ആരാണ് ഈ ബനു ഖുറൈള? ഇഖ്വാനിഹിം ഫിദ്ദീൻ, അവരുടെ മതത്തിലെ ഇഖ്വാനാണ്, അവർ വരപ്പോത്തിന് യഹൂദികളാണ്. അപ്പൊ യഹൂദികളായ തങ്ങളുടെ മറ്റൊരു ഗോത്രത്തോട് തികച്ചും ശത്രുതയിലായിരുന്നു ബനു ഖൈനുഖാ. വക്കാനൽ അവ്വലൂന, ബനു ഖൈനുഖാകാര് ഖുലഫ ഔസ്, മദീനയിലെ പ്രബല വിഭാഗമായ ഔസിന്റെ സഖ്യകക്ഷിയായിരുന്നു. എന്നാൽ ആഖറൂന, ബനു ഖുറൈളയാവട്ടെ മാ ബനി നളീർ ഖുലഫ അൽ ഖസ്റജ്, അവര് ബനു നളീറിന്റെ കൂടെ ഖസ്റജിന്റെ കൂടെയുള്ള സഖ്യകക്ഷികളായിരുന്നു. അപ്പൊ ഔസും ഖസ്റജുമാണ് അവിടുത്തെ പ്രബല ചേരികൾ. അയക്ക് സഖ്യകക്ഷികൾ അങ്ങനെ ചേരും, ആരെങ്കിലും ഒരു കൂട്ടർ കൂടെ കൂടും, എന്നാ അവർക്കൊരു തണിയാണെന്നാണ് അന്നത്തെ വെപ്പ്. സുമ്മ ഖുത്തറഫു, പിന്നെ അവര് വീണ്ടും കുറ്റം ചെയ്യാണ്. ഫബഖിയ ബനു നളീർ മഅൽ ഖസ്റജ്, ബനു നളീർ എന്ത് ചെയ്തു? ഖസ്റജിന്റെ കൂടെ ബാക്കിയായി. വഹാലഫ ബനു ഖുറൈളത്തുൽ ഔസ്, ബനു ഖുറൈള ആവട്ടെ ഔസുമായിട്ട് സഖ്യത്തിലായി. വക്കാൻ ഔസ് വൽ ഖസ്റജ് ഖബ്ല ഇസ്ലാം ആദാ, ഇസ്ലാമിക പ്രബോധനം മദീനയിൽ ശക്തിപ്പെടുന്നതിന് മുമ്പ് ഔസും ഖസ്റജും കടുത്ത ശത്രുക്കളായിരുന്നു. വഖൻ യഖ്തതിലൂൻ വമാ കുല്ലിൻ ഖുലഫാഉഹു, അവരൊന്നും പോരാട്ടത്തിലായിരിക്കും, എല്ലാവരുടെയും കൂടെ അവരുടെ സഖ്യകക്ഷികളുണ്ടാവും. ഔസിന്റെ കൂടെ അവരുടെ കിൽബന്ദികളുണ്ടാവും, ഖസ്റജിന്റെ കൂടെ അവരുടെ ഖുലഫാവുണ്ടാവും. ഫഹാദാ മഹ്തജ അല്ലാഹു അലൈഹി തആല അലാ ബനി ഇസ്രായീൽ ബിഖത്ലിഹിം അൻഫുസഹും ഫി അസ്രി തൻസീൽ, ഇതേക്കുറിച്ചാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുന്നു, അഥവാ നിങ്ങൾ യഹൂദികളെ നിങ്ങൾ നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള മറ്റൊരു കൂട്ടരെ കൊല്ലുന്നു. ഖുർആൻ ഇറങ്ങുന്ന കാലത്തുള്ള ഖത്ലുൽ അൻഫുസ് എന്ന് പറഞ്ഞ വിഷയം ഇതാണ് എന്നാണ് റഷീദുള്ള വിശദീകരിക്കുന്നത്. ബനു ഖൈനുഖാവും ബനു നളീറും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ തല്ല്. ഇനി എന്താ ഉണ്ടാവുക? ഈ ഖിത്താലിനെ പിന്തുടർന്ന് വരുന്ന അടുത്ത സ്ഥിതിവിശേഷം
അസ്റാണ്, ബന്ദികളാക്കുക എന്നുള്ളതാണ്. വമിൻ ലവാസിമിഹി അൽ ഇഖ്റാജു മിനൽ ദിയാർ, ബന്ദികളാക്കുമ്പോൾ അതിന്റെ അനുബന്ധമായിട്ടുള്ള കാര്യമാണ് വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത്. പിന്നെ അവന്റെ ഗേഹം കാരാഗ്രഹമാണല്ലോ, അപ്പൊ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതാണ് തുഖ്രിജൂന അൻഫുസക്കും മിൻ ദിയാരിക്കും എന്ന്, തുഖ്രിജൂന ഫരീഖൻ മിൻകും മിൻ ദിയാരിഹിം എന്ന് പറഞ്ഞു. നിങ്ങളിൽ നിന്നൊരു കൂട്ടരെ അവരുടെ വീടുകളിൽ നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. തലാഹറൂന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ, അവർക്കെതിരെ നിങ്ങൾ പാപമായിട്ടുള്ള കാര്യത്തിനും ശത്രുതാപരമായ കാര്യത്തിനും എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അപ്പൊ സഖ്യം ചേർന്നുള്ള ആരോടാണോ അവരുമായി ചേർന്നുകൊണ്ട് സ്വന്തം ദീനപ്പെട്ട ആൾക്കാരോട് നിങ്ങൾ ഇസ്മും ഉദ്വാനും കാണിക്കാം. എന്താ തലാഹുർ? അപ്പൊ തലാഹുർ തആവുൻ, പരസ്പരമുള്ള സഹായം എന്ന് തന്നെയാണ് തലാഹുർ എന്ന് പറഞ്ഞാൽ. ഖുർആനില് വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ എന്നൊരു ആയത്ത് ഓർമ്മ ഉണ്ടാവും. മലക്കുകളും പിന്നാലെ സഹായികളാണെന്നാണ്. അപ്പൊ ലഹീറിന്റെ അർത്ഥം സഹായി, നസീർ എന്നുള്ളതാണ്. ഇവിടെ തലാഹുർ എന്ന് പറഞ്ഞാൽ തആവുൻ, പരസ്പര സഹായം. അപ്പൊ തലാഹറൂന എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ഒരു ഗ്രമറ്റിക്കൽ കാര്യം എന്താ? അസ്ലുഹു തലാഹറൂന, രണ്ട് താണ്ട്. ശരിക്കും ഫിഅല് തഫാഅല യതഫാഅലു വസ്നിൽ തലാഹറ യതലാഹറാണ്. അപ്പൊ യതലാഹറു യതലാഹറാനി യതലാഹറൂന എന്നിങ്ങനെ സർഫ് ചെയ്ത് വരുമ്പോ തതലാഹറു തതലാഹറാനി തതലാഹറൂന, രണ്ട് താണ്ടാവും. പക്ഷെ ഈ രണ്ട് താവ് വരുന്നിടത്തെല്ലാം സൗകര്യപൂർവ്വം ഒന്ന് ഒഴിവാക്കും. അത് ഒഴിവാക്കിയാലും ആ രണ്ട് താവുള്ള അർത്ഥത്തിലാണ് കാണേണ്ടത്. ഏതുപോലെ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, തനസ്സലു എന്ന് പറഞ്ഞാൽ തതനസ്സലു ആണ്, അല്ലാതെ തനസ്സല എന്നുള്ള മാളിക്ക് കൊണ്ടുപോയി നമ്മെടുത്തല്ല. തനസ്സലു എന്നുള്ള ഫെയിലാണ്. അതിലൊരു താ ഒഴിവാക്കി പറയാണ് ഇറങ്ങും എന്ന്. അതുപോലെ തലാഹറൂനാണ് തതലാഹറൂനാണ്. കമാ ഖറഅൽ ജംഹൂർ, ജംഹൂറിന്റെയും ഖിറാഅത്ത് അങ്ങനെയാണ്. وقرأ عاصم وحمزة والكسائي بحذف إحدى التاءين للتخفيف. തതലാഹറൂന എന്നുള്ള ഖിറാഅത്ത് ഉണ്ട്. എന്നാൽ ഹാസിം, ഹംസ, കിസായി പോലുള്ളവരുടെ ഖിറാഅത്ത് നമ്മൾ ഓതുന്ന പോലെ തലാഹറൂന എന്ന് ഒരു താ ഒഴിവാക്കിക്കൊണ്ടും ഉണ്ട്. വഹുവ മഖീസുൻ മഷ്ഹൂർ, ഈ തഖ്ഫീഫിന് വേണ്ടി ഒരു താ ഒഴിവാക്കുന്ന പ്രയോഗം വളരെ മഷ്ഹൂറായ ഒരു ഖിയാസാണ്, ഭാഷയിലുള്ള ഒരു മഖീസാണ് അർത്ഥം. وكان كل فريق من اليهود يظاهر حلفاء من العرب ويعاونهم على إخوانهم من اليهود بالاسم كالقتل والسلب. كان كل فريق من اليهود, യഹൂദികളിലെ ഓരോ വിഭാഗവും യുളാഹിറു ഹുലഫാ മിനൽ അറബ്, അറബികളിലെ അവരുടെ സഖ്യകക്ഷികളുമായി സഹായം ചെയ്തിരുന്നു, അവർക്ക് സഹായിച്ചിരുന്നു. വയുആവിനുഹും, അവരോട് സഹകരിച്ചിരുന്നു. അല ഇഖ്വാനിഹി മിനൽ യഹൂദ്, തങ്ങളുടെ തന്നെ സഹോദരങ്ങളായ യഹൂദികൾക്കെതിരെ ഈ സഖ്യകക്ഷികളോട് സഹകരിക്കുമായിരുന്നു. എങ്ങനെയൊക്കെ, എന്തിലൊക്കെ സഹകരിക്കുക? ബിൽ ഇസ്മി, തികച്ചും പാപമായ കാര്യത്തിന്, എന്ന് വെച്ചാൽ ഖത്ലി വസ്സൽബി, കൊലപ്പെടുത്തുക, കവർന്നെടുക്കുക പോലുള്ള കാര്യങ്ങൾ. പിന്നെ വബിൽ ഉദ്വാൻ, ബിൽ ഇസ്മി വബിൽ ഉദ്വാൻ, ഇസ്മിനും സഹായിക്കും ഉദ്വാനും സഹായിക്കും. ഉദ്വാനിൽപ്പെട്ടാണ് അൽ ഇഖ്റാജ് മിനൽ ദിയാർ, ഒരാൾ ജനിച്ചു വളർന്ന് കൂട്ടുന്ന ആളെ ആട്ടി പുറത്താക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ സഖ്യകക്ഷി ബന്ധത്തിന്റെ പേരിൽ നിങ്ങളുടെ തന്നെ മത സുഹൃത്തുക്കൾക്കെതിരെ നിങ്ങൾ സഹായിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഇതേ സമയത്ത് അമിൻ മസാറാത്തിൽ അജബ്, വളരെ അത്ഭുതമുളവാക്കുന്ന, അത്ഭുതം ഇളകി വശാകുന്ന ഒരു സംഗതിയാണ് അന്നഹും യത്തഫഖു അലാ ഫിദാഇൽ അസ്റ, ബന്ദികളെ മോചിപ്പിക്കാൻ അവർ ഇത്തിഫാഖായി കഴിഞ്ഞാൽ, ബന്ധപ്പെട്ടവരെ മോചിപ്പിക്കാൻ അവർ ഏകോപിച്ചു കഴിഞ്ഞാൽ, യുഫ്ദി കുല്ലു ഫരീഖ് മിനൽ യഹൂദ് അസ്റ അബ്നാഇ ജിൻസി വഇൻ കാനു മിൻ ആദാഇ. അവിടെയാണ് രസം. തങ്ങളുടെ ശത്രു വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും തങ്ങളുടെ ജിൻസിൽപ്പെട്ട ആൾക്കാരിൽ ഉള്ള ബന്ദികളെ മോചിപ്പിക്കാൻ അവരെന്ത് ചെയ്യും? ഫിദ്യ കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ അവിടെ ഫിദിയ കൊടുക്കുമ്പോൾ, അടിമയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള തുക കൊടുക്കുമ്പോൾ, എതിർപക്ഷത്തുള്ള ആൾക്കാരാണെങ്കിൽ പോലും തങ്ങളുടെ ദീനപ്പെട്ടവരാണെങ്കിൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം രണ്ടു തലയും കത്തിച്ച് മിന്നുന്ന പരിപാടിയാണ് ഇവർ ചെയ്തു നടത്തുന്നത്. അപ്പൊ യാത്രൂനാൻ ഹാദ, അതിനവർ പറയുന്ന ന്യായാണ് രസം. കിതാബ് ഇസ്രായേൽ സമുദായത്തിലെ ബന്ദികളെ മോചിപ്പിക്കാൻ കിതാബിൽ തങ്ങളോട് നിർദ്ദേശമുണ്ട് എന്നാണ് അവർ പറയുന്നത്. കിതാബിൽ നിർദ്ദേശം മാത്രമേ ഉള്ള കോലത്തിലാണ്. കിതാബിൽ നിർദ്ദേശമുണ്ട് ബനു ഇസ്രായേലിലെ അസ്റകളെ മോചിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കണം. അതുകൊണ്ട് അതിനവർ പണിയെടുക്കും, അവർ പൈസ കൊടുക്കും, അവർ മോചിപ്പിക്കും. എന്നാൽ ഫൈൻഖാൻ മുസ്തംസിക്കിനവിൽ കിതാബ്, ഒരു ചോദ്യം, അവർ കിതാബ് ഇത്ര മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ ഫലിമ ഖാതലു ശാബ ഇസ്രായേൽ, എന്തിന് ഇസ്രായേൽ വർഗത്തോട് അവർ പോരാടി യുദ്ധം ചെയ്തു? അഖ്റജൂഹും മിൻ ദിയാരിഹിം, അവരുടെ വീട്ടിൽ നിന്ന് അവരെ പുറത്താക്കി.
മൻഹിയുനാണ് ദാലിക ഫിൽ കിതാബ്, അതും കിതാബിൽ വിലക്കപ്പെട്ടതാണല്ലോ അവരോട്. അപ്പൊ വിലക്കപ്പെട്ട ചില കാര്യങ്ങൾ സ്വീകാര്യമല്ലെന്നും വേറെ ചിലത് സ്വീകാര്യമാണെന്നും എന്നൊക്കെ പറഞ്ഞു. ഹാദ ലാബും ബിൽ കിതാബ്, ഇത് കിതാബ് വെച്ചിട്ടുള്ള പരിഹാസവും കളിയുമാണ്. വസ്തീജാവും ബിദ്ദീൻ, ദീനിനെ കളിയാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് വലുതാലിക്ക കാലത്താല അല്ല പറയുന്നത് നിങ്ങളടുക്കൽ ബന്ദികളായിട്ട് അവർ വരുന്ന പക്ഷം നിങ്ങൾ അവർക്ക് ഫിദിയ കൊടുക്കും, അവരെ മോചിപ്പിക്കാനുള്ള ഫിദിയ നിങ്ങൾ കൊടുക്കും. എപ്പോഴും ബാദാൻകൊണ്ടും അസർത്തും പൂഹും അഹ്റജത്തും പൂഹും, നിങ്ങളവരെ ബന്ദികളാക്കി അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഈ തൊള്ളാഹുർ അലഹിം അറബികളോടൊപ്പം സഹകരിച്ചുകൊണ്ട് അത് ചെയ്ത് നിങ്ങൾ തന്നെയാണ് പിന്നെ ഫിദിയ കൊടുത്ത് മോചിപ്പിക്കാനും വരുന്നത്. എന്നാൽ വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജും, വഹുവ എന്ന് പറഞ്ഞാൽ വല്ല അമ്രു എന്നുള്ള വമീർ ഷൈനാണ്. ആ കാര്യം എന്തെന്നാൽ മുഹറമുൻ അലൈക്കും ഇഖ്റാജും, അവർ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുള്ള ആദ്യം ചെയ്ത പണിയാണ് നിങ്ങൾക്ക് ഹറാമാണല്ലോ. മിസാഖിൻ അഹ്ലല്ലാ, അത് ഇതിനേക്കാളും ശക്തമായ കരാറിലൂടെ അള്ളാഹുത്തിൽ വാങ്ങിയ കാര്യമാണോ അവരെ പുറത്താക്കരുത്. മിൻ തൊലബി മിഫാദാത്തിഹിം, അവരെ ഫിദിയ കൊടുത്ത് നിങ്ങൾ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടതിനേക്കാൾ ഏറെ ശക്തമായ ശൈലിയിൽ അവരെ അന്യായമായി വീട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ട്. അപ്പൊ ആ ശക്തമായ വിലക്ക് നിങ്ങൾ സ്വീകരിക്കുന്നില്ല, അതിനേക്കാൾ ഈ താഴെ ദർജയിൽ നിൽക്കുന്ന ഒരു കൽപ്പന സ്വീകരിക്കാൻ വേണ്ടി വല്ലാതെ വ്യഗ്രത കാണിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണല്ലോ ചോദിച്ചത് മിനൂന ബിബാദുൽ കിതാബ് വതക്ഫുറൂന ബിബാദ്, നിങ്ങൾ കിതാബിലെ ചിലത് വിശ്വസിക്കുകയും ആ ചിലത് പറഞ്ഞാൽ എന്താ, പിതാവുൽ അസ്റ, ബന്ദികളെ മോചിപ്പിക്കൽ എന്ന അതിൽ നിങ്ങൾക്ക് വിശ്വാസം. എന്നാൽ തക്ഫുറൂന ബിബാദ്, വേറെ ചിലത് അവിശ്വാസവും. അതെന്താ, ആഖറ മിൻഹു, മറ്റു ചില ബാദ്, അന്നഹി അനിൽ ഖത്ൽ വൽ ഇഖ്റാജ്, ആരെയും കൊല്ലരുത് പുറത്താക്കരുത് എന്നുള്ള നഹിയാണ്. ആ നഹി നിങ്ങൾക്ക് സ്വീകാര്യമല്ല, അത് നിങ്ങൾ ലംഘിക്കുന്നു. പിതാവുൽ അസ്റ വേണമെന്നുള്ളത് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതാണ് അഫതുമിനൂന ബിബാദുൽ കിതാബ് വതക്ഫുറൂന ബിബാദ് എന്ന് പറഞ്ഞത്. അലൈസ മിനൽ ഹമാഖ വൽ ഹുസി വസ്സുഖ്രിയ, ഭയങ്കര വിഡ്ഢിത്തമല്ലേ, പരിഹാസമല്ലേ, അങ്ങേറ്റം പരിഹാസ്യമല്ലേ, അൻ യദ്ദഇയ മുദ്ദഇൻ മിസ്ല ഹാദൽ ഈമാൻ, ഒരു വാദം ഉന്നയിക്കുന്ന ഒരാൾ ഇമ്മാരി ഈമാൻ ഒരാൾ വാദിക്കുക, ബി അഹ്വനിൽ ഉമൂർ മാൽ കുഫർ ബി അഅ്ളമിഹ, കാര്യങ്ങളിൽ ഏറ്റവും നിസ്സാരമായതിൽ വലിയ വിശ്വാസമുണ്ട് എന്ന് വാദിക്കുക, ഏറ്റവും ഗൗരവതരമായത് നിഷേധിക്കുകയും ചെയ്യാം. അപ്പൊ ഏറ്റവും ഗുരുതരമായത് തിരസ്കരിച്ചുകൊണ്ട് താരതമ്യേന നിസ്സാരമായത് വലിയ കോളായിട്ട് സ്വീകരിക്കുക എന്നുള്ളത് വലിയ പൊട്ടത്തരമല്ലേ. പിന്നെ പറയാണ് വൽ ഈമാനു ലാ യതജസ്സഉ ഫൽ കുഫ്റു ബിൽ ബഅദ് കൽ കുഫ്റു ബിൽ കുല്ല്, വൽ ഈമാനു ലാ യതജസ്സഉ, ഈമാൻ എന്ന് പറഞ്ഞത് ഭാഗിക്കാൻ പറ്റില്ല. ഈമാൻ കംപ്ലീറ്റ് ഉൾക്കൊള്ളണം. ചെറുതൊക്കെ പറ്റും, ചെറുത് എനിക്ക് സ്വീകാര്യമല്ല എന്ന തജ്ജിയത്ത് പാടില്ല. പിന്നെ ഫൽ കുഫ്റു ബിൽ ബഅദ് കൽ കുഫ്റു ബിൽ കുല്ല്, ഭാഗികമായിട്ടുള്ള നിഷേധം സമ്പൂർണമായ നിഷേധം പോലെ തന്നെയാണ്. ഏത് ദീനിന്റെ ചില ഭാഗങ്ങൾ എനിക്ക് സ്വീകാര്യമല്ല, വക്യമല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുക, അത് ദീനിനെ മൊത്തം നിഷേധിക്കുന്ന പോലെ തന്നെയാണ്. അപ്പൊ ഭാഗിക നിഷേധം സമ്പൂർണ്ണ നിഷേധത്തിന് തുല്യമാണ്. ഈമാനാവട്ടെ നമുക്ക് ജുസ് ആക്കാൻ കഴിയുകയുമില്ല. അപ്പൊ ഖുർആനിൽ അല്ലെങ്കിൽ തൗറാത്തിൽ അള്ളാഹ് തന്നിട്ടുള്ള നിർദ്ദേശം ചിലത് എനിക്ക് പറ്റും, ചിലത് പറ്റൂല എന്നുള്ള നിലപാട് തീർത്തും തെറ്റാണ് എന്ന് ചുരുക്കം. قال أستاذ الإمام في التعبير عن المخالفة والمعصية بالكفر دليل على ما سبق بيانه بمعنى قوله تعالى وأحاطت به خطيئته. ഉസ്താദുൽ ഇമാം അഥവാ മുഹമ്മദ് പറയുന്നു, ഈ മുഖാലഫത്തും മാസിയത്തും, അതായത് കുഫറിലൂടെ അവര് ധിക്കാരം നടത്തി അള്ളാഹുവിനോട് മുഖാലഫത്ത് കാണിച്ചു എന്നുള്ള താബീറിൽ അടങ്ങിയിട്ടുണ്ട്. എന്ത് ദലീൽ നലമ സബഖ ബയാനുഹു, നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിനുള്ള തെളിവ്. എന്താ നേരത്തെ പറഞ്ഞത്? അഹാതത് ബിഹി ഖതീഅതുഹു എന്ന് പറഞ്ഞു. അവനെ അവന്റെ ഖതീഅത്ത് വലയം ചെയ്യുകയും ചെയ്തു എന്നുള്ള പ്രയോഗം. ആ പ്രയോഗത്തിൽ പറഞ്ഞ കാര്യം ഇവിടെ വീണ്ടും തെളിയാണ്. ഖുർആൻ യുസറിഹു ഹുന വഫി ആയത്തിൻ കസീറ, ഇവിടെയും മറ്റനേകം ആയത്തുകളിലും ഖുർആൻ വളരെ വ്യക്തമായും സ്പഷ്ടമാക്കുന്നുണ്ട്. ബിഅന്നമൻ യുഖദ്ദിമു അല ദംബി ലാ തൗതർ ബിനഫ്സിഹി ഖബല ഇസാബത്തിഹി വലാ യതഅല്ലമു വയൻദമു ബഅദ വഖൂഇഹി ഫർജി അല്ലാഹു തആല തആല. ഒരു ദംബിന് മുന്നോട്ട് വരുന്ന ആള്, ബിഅന്നമൻ യുഖദ്ദിമു അല ദംബി, ഒരു പാപം ചെയ്യാൻ മുന്നോട്ട് വരുന്ന ആള്, ലാ തൗതർ ബിനഫ്സിഹി ഖബല ഇസാബത്തിഹി, ആ പാപം പ്രാപിക്കുന്നതിന് മുമ്പ് അവന്റെ നഫ്സിനൊരു ചാഞ്ചല്യം ഉണ്ടാവില്ല. വലാ യതഅല്ലമു, ഒരു വേദന അവന് തോന്നൂല. വയന്തം ബഅദ വഖൂഇഹി, അത് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഒരു ഖേദവും വരില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, അള്ളാഹു താല തായ്മൻ, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക.
അപ്പോൾ തന്റെ തെറ്റിലൊരു കുറ്റബോധം, ഒരു മനോവേദന, ഒരു പ്രയാസം, അടുരാത്ത ചെയ്തു എന്നുള്ളൊരു ബോധം അതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ തോപ ഉണ്ടാവുമായിരുന്നു. ബൽ യസ്തർസിലു ഫിഹി, മറിച്ച് ആ തെറ്റിൽ അങ്ങനെ അയഞ്ഞു മുന്നോട്ട് പോവുകയാണ്. ഒരു തടവില്ലാതെ മുസ്തർസിലായിട്ട് അയഞ്ഞു മുന്നോട്ട് പോവാണ്. ബിലാ മുബലാത്തി, ഒട്ടും മൈൻഡില്ലാതെ പോവാണ്. ബിനഹില്ലാഹി തആല അൻഹു വതഹരീമിഹി ലഹു, അള്ളാഹു ഈ കാര്യം നിരോധിച്ചിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ടെന്നുള്ളതിന് ഒട്ടും മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോവാണ്. കാഫിറുൻ ബിഹി, അതുകൊണ്ട് തന്നെ അവൻ അതിന് നിഷേധിക്കുന്നവനാണ്. അള്ളാഹു ഹറാമാക്കിയതാണ് ഇത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അള്ളാഹു ഹറാമാക്കിയതാണ് ഇത് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ, അൽ മുസദ്ദിഖ ബിഅന്നഹു മിൻ അസ്ബാബി സഖ്തിഹി, ഈ കാര്യം താൻ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമായി തീർന്ന വിഷയമാണത് എന്ന് അംഗീകരിക്കുന്ന വ്യക്തി, മൂജിബാത്തി ഉഖുബത്തിഹി, അള്ളാഹുവിന്റെ ശിക്ഷ നിർബന്ധമാക്കുന്ന ഒരു സംഗതിയാണ് താൻ ഈ ചെയ്യുന്ന കുറ്റമെന്ന് മനസ്സിലാക്കുന്ന മുഅ്മിൻ, ലാ യുംകിൻ അൻ ലാ യകൂന ലി ഈമാനി ഖൽബിഹി അസറുൻ ഫീ നഫ്സിഹി, ലാ യുംകിൻ അൻ ലാ യകൂന ലി ഈമാനി ഖൽബിഹി അസറുൻ ഫീ നഫ്സിഹി, തന്റെ ഖൽബിലെ ആ ഈമാനിന് തന്റെ മനസ്സിനകത്തൊരു സ്വാധീനം ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം അയാളുടെ മനസ്സിലെന്ന പോലെ അയാളുടെ ജീവിതത്തിലും കാണണം. ഫൈനമിനുള്ള അറൂറിയ, എന്താ കാര്യം? അനിവാര്യതയിൽപ്പെട്ടതാണ് അനലിക്കുല്ലെ ഇത്തിഖാദിൻ അസറൻ ഫിൻ നഫ്സ്, അതൊരു അനിവാര്യ സംഗതിയാണ്, നിഷേധിക്കാനാവാത്ത അനിവാര്യ കാര്യമാണ്. ഏത് വിശ്വാസത്തിനും ആ വിശ്വാസം പേർന്ന മനുഷ്യന്റെ മനസ്സിൽ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം ലറൂറിയാണ്, അടിസ്ഥാനപരമായി തന്നെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. വലിക്കുല്ലെ അസറിൻ ഫിൻ നഫ്സ്, അതേപോലെ മനസ്സിലെ ഏത് സ്വാധീനത്തിനും തൈസീറൻ ഫിൽ അമാൽ, അമലുകളിലും സ്വാധീനമുണ്ട്. അപ്പൊ വിശ്വാസത്തിന് മനസ്സിൽ സ്വാധീനമുണ്ട്, അതേപോലെ തന്നെ മനസ്സിൽ സ്വാധീനം എന്താണോ അത് അമലിൽ സ്വാധീനിക്കുകയും ചെയ്യും. وهذا هو الوجه في الحديث الصحيح الناطق بأنه لا يزني الزاني حين يزني وهو مؤمن ولا يسرق السارق حين يسرق وهو مؤمن ولا يشرب الخمر شاربها وهو مؤمن. ഹദീസ് പറഞ്ഞല്ലോ നബി, ഒരു ജിന ചെയ്യുന്ന ആള് മുഅ്മിനായിക്കൊണ്ട് ആ ജിന ചെയ്യില്ല, ഒരു മോഷണം നടത്തുന്ന ആൾ മുഅ്മിനായിക്കൊണ്ട് ശരീഅത്ത് മോഷണം ചെയ്യില്ല, ഒരു മദ്യപാനി മുഅ്മിനായിക്കൊണ്ട് ആ മദ്യപാനം നടത്തില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഈമാൻ അവനെ അജ്ഞാനം സ്വാധീനിച്ചിട്ടില്ല, അഥവാ ഡിമ്മായിപ്പോയി അല്ലെങ്കിൽ ഔട്ടായിപ്പോയി. അതുകൊണ്ടാണ് അവന് കല്ലുപിടിക്കാനും കൊലപാതകം നടത്താനും അല്ലെങ്കിൽ ജിന ചെയ്യാനൊക്കെ തോന്നുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈമാൻ എന്നുള്ളത് അതൊരു മനസ്സിനകത്തുള്ള വിശ്വാസത്തിന്റെ മാത്രം പേരല്ല, മറിച്ച് അമലിനും കൂടിയുള്ള പേരാണ്. സ്വഹീൽ ബുഖാരിയിൽ തുടക്കത്തിൽ കിതാബുൽ ഈമാൻ തുടങ്ങുമ്പോൾ കുറെ ആമുഖുണ്ടല്ലോ, അതിൽ അൽ ഈമാനു ഖൗലു വഫീലുൻ യസീദു വയൻഖുസു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആയത്തും കൊടുക്കുന്നുണ്ട്. ഈമാൻ എന്നുള്ളത് സ്ഥായിയായ ഒരു സംഗതിയല്ല, അത് ഏറുകയും കുറയും ചെയ്യുന്ന ഒന്നാണ്, അത് വിശ്വാസം മാത്രമല്ല ഖൗലും ഫീലും കൂടി ഉൾപ്പെടുന്നതാണ് എന്നൊക്കെ ആയത്തുകൾ വെച്ചിട്ട് തന്നെ തെളിയിച്ച് പറയുന്നുണ്ട്. ഇവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞാൽ ഒരു മുഅ്മിനാണെങ്കിൽ ആ മുഅ്മിൻ എന്നുള്ളത് ഒരു കേവല അവകാശവാദമല്ല, അവന്റെ ജീവിതത്തിൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. അപ്പൊ ജിന ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ മുഅ്മിനാകാതെ പോവുകയാണ് തൽക്കാലമെങ്കിലും, അഥവാ ആ വിശ്വാസം അത്രമേൽ അവനെ സ്വാധീനിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ജിനക്ക് അവന് തയ്യാറായത്, ശരീഅത്തിനും തയ്യാറായത്, ഖംറ് കുടിക്കാനും തയ്യാറായത്. ആ ഈമാൻ തൽക്കാലമെങ്കിലും ഡിമ്മ